ജില്ലയിലെ മുഴുവൻ ക്യാമ്പസുകളിലും SFI എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് SFI റെഡ് സീരീസ് പരിപാടിയുടെ ഭാഗമായി ഉള്ള വിദ്യാർത്ഥി റാലി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. പത്തനംതിട്ട ഇളക്കി മറിച്ചുകൊണ്ട് SFIയുടെ വിജയാഘോഷമാണ് റെഡ് സീരീസ് എന്ന വിജയാഘോഷത്തിന്റെ ആ റാലിയാണ് കടന്നു വരുന്നത്. SFI ജനറൽ സെക്രട്ടറി അമൽ എന്താണ് ഈ റെഡ് സീരീസ്? ഈ ജില്ലയിലെ പത്തനംതിട്ട ജില്ലയിലെ തിരഞ്ഞെടുപ്പ് ജനാധിപത്യ രീതിയിൽ കഴിഞ്ഞ മുഴുവൻ ക്യാമ്പസുകളും പോളിടെക്നിക്കുകളും അടക്കം ഏകദേശം സ്കൂളുകളും അടക്കം 60ഓളം വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ SFI ആയി ഈ ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒറ്റയ്ക്ക് SFI വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിന്റെ ഭാഗമായി ഞങ്ങൾ നടത്തുന്ന പരിപാടിയാണ്. ആദരിക്കുന്ന ഒരു മഹാ ചടങ്ങും നടക്കുമ്പോൾ ഈ വിദ്യാർത്ഥി റാലി പൊതുസമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേരുമ്പോൾ SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി എം സ്വരാജ് ഈ വിദ്യാർത്ഥി റാലി പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടറി മെമ്പർ അമലോട് ചേരുകയാണ്. അമൽ, SFIക്ക് വലിയ വിമർശനമൊക്കെ ചില പ്രതിപക്ഷ സംഘടനകളും അതുപോലെ മാധ്യമങ്ങൾ ഉയർത്തുമ്പോൾ ഒരു ജില്ലയിലെ മുഴുവൻ ക്യാമ്പസുകളിലും SFI വിജയിച്ചിരിക്കുകയാണ്. ഇത് ജനാധിപത്യമായി നൽകുന്ന ഒരു മറുപടി കൂടിയാണ് അത്തരം വിമർശനങ്ങൾക്ക്. മാധ്യമങ്ങൾ ഉൾപ്പെടെ മറ്റിതര സംഘടനകൾ ഉൾപ്പെടെ SFI വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാലത്ത് വിദ്യാർത്ഥി ഹൃദയങ്ങളിൽ ഇന്നും SFI ആണെന്ന് തെളിയിക്കുന്ന നിലയിലേക്കാണ് പത്തനംതിട്ടയിലെ വിജയമുണ്ടായത്. അതുകൊണ്ട് തന്നെ 5 ധീരരായ രക്തസാക്ഷികൾ കൊല ചെയ്യപ്പെട്ട പത്തനംതിട്ടയുടെ മണ്ണിനകത്ത് വലിയ മുന്നേറ്റം SFI ഉണ്ടാക്കിയതിന്റെ ഭാഗമായി ചരിത്രത്തിൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു ദിനമായി ഇന്ന് മാറുകയാണ്. അതിന്റെ വലിയ ആരവവും ആഘോഷവുമാണ് പിന്നിൽ കാണുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം മുഴുവൻ ക്യാമ്പസുകൾ, സ്കൂളുകൾ, ITI എല്ലാം പത്തനംതിട്ട ജില്ലയിൽ SFI ജയിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും സ്കൂളുകളും ITകളും പോളിടെക്നിക്കുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും ആർട്സ് കോളേജുകളും ഉൾപ്പെടെ ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പത്തനംതിട്ട ജില്ലക്കകത്തുണ്ടോ അവിടെ എല്ലാം സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ഈ പതാക വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രിയപ്പെട്ട പതാകയായി മാറുന്ന SFI വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങൾ കീഴടക്കുന്ന പ്രസ്ഥാനമായി മാറുന്ന മനോഹരമായ കാഴ്ച തന്നെയാണ് പത്തനംതിട്ട ഈ തെരഞ്ഞെടുപ്പ് സമ്മാനിച്ചത്. വിദ്യാർത്ഥികളെല്ലാം നിങ്ങളോടൊപ്പമാണ് തെളിയിക്കുന്നത്. ഇത്രയും അധികം വിദ്യാർത്ഥികൾ, ഇത് ഏറ്റവും വലിയൊരു ആവേശമല്ലേ? ഏറ്റവും വലിയ ആവേശമാണ്. കേരളത്തിലത്തെ മാധ്യമങ്ങൾ SFIയെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് മതിയല്ലോ ഞങ്ങൾക്ക്. കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം മാധ്യമങ്ങൾ ആക്രമിക്കുന്നതിന്റെ 10 മടങ്ങ് SFIയെ നെഞ്ചോട് ചേർക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനേറ്റ ആവേശത്തോടുകൂടിയാണ് ഞങ്ങൾ കാണുന്നത്. SFIയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് അപർണയോട് ചേരുകയാണ്. അപർണ, വലിയൊരു ആഘോഷമാണല്ലേ? അതെ, നമ്മുടെ ജില്ലയിൽ മുഴുവൻ ക്യാമ്പസുകളിൽ SFI വിജയിച്ചതിന്റെ വലിയൊരു വിദ്യാർത്ഥി പങ്കാളിത്തത്തോടു കൂടി ആ ഒരു വിജയാഘോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അതിന്റെ വിദ്യാർത്ഥികളുടെ ആ ഒരു സന്തോഷത്തിന്റെയും ഒക്കെ ഒരു പ്രതിഫലനമാണ് ഈ ഒരു ജാഥയിലെ പങ്കാളിത്തമായിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും മുഴുവൻ ക്യാമ്പസുകളിലും പൂവെള്ളക്കൊടി പാറിച്ചുകൊണ്ടാണ് SFIയുടെ ഈ വിജയാഘോഷം മുന്നോട്ട് പോകുന്നത്. പത്തനംതിട്ട ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്.